നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് സ്വല്പം വെറുപ്പോ വിദ്വേഷമോ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിക്കഴിയുമ്പോൾ ആ രഹസ്യങ്ങളെല്ലാം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ മോശക്കാരാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പക്ഷെങ്കിൽ ചില വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളോട് ദേഷ്യം വന്നെന്നോ പിണങ്ങിയെന്നോ അല്ലെങ്കിൽ വിദ്വേഷം തോന്നിയെന്നോ പറഞ്ഞ് അവരൊന്നും തുറന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വേറൊരാളിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചത് കൊണ്ടും അത്രമാത്രം പ്രിയപ്പെട്ടതായിട്ട് കരുതിയത് കൊണ്ടും മാത്രമല്ലേ നമ്മളോട് അവരുടെ രഹസ്യങ്ങളെല്ലാം നമ്മളോട് അവർ ഷെയർ ചെയ്തത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ, പബ്ലിക്കിൻ്റെ മുമ്പിൽ നാണം കെടുത്തുകയാണോ ചെയ്യേണ്ടത്? വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളോട് ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ അവരെന്ന് പറഞ്ഞത്. ഇന്നല്ലേ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ശരിയാണോ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല സ്വാഭാവികമായിട്ട് വിദ്വേഷവും ദേഷ്യം. സ്വാഭാവികമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഒരു എതിര് നിൽക്കുകയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ട് അവരോടൊരു നീരസമുണ്ടാകും. അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നത്. അതിനവരെ താഴ്ത്തിക്കെട്ടി കാണിക്കാനായിട്ട്, അവരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇന്ന രീതിയിൽ ഇന്ന ആളിനോട് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു, അല്ല നിങ്ങളെ അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ പറയുന്നത് ശരിയാണ്? നമ്മൾ പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാം ചെയ്യുന്ന ഒരു അബദ്ധമാണ്. അവരോടൊരു വെറുപ്പ് തോന്നുമ്പോഴത്തേക്കടി, അല്ലെങ്കിൽ എടോ തന്നെപ്പറ്റി ഇത് ഇങ്ങനെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ, അന്നേരം നമ്മുടെ ഉള്ളിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അവരോട് നീരസമുണ്ടാകും. അങ്ങനെ പരസ്പരം രണ്ട് വ്യക്തികളെ തമ്മിൽ പിണക്കാനായിട്ട് എടുക്കുന്ന ഒരു മെഡിസിൻ, അങ്ങനെ തന്നെ പറയാം അതിന്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെപ്പോഴും നമ്മളോട് ഇണങ്ങിയിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് പിണങ്ങി എന്നും പറഞ്ഞ് അവരോട് വെറുപ്പുണ്ടാകാനായിട്ട് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. എന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത്? പരസ്പരം മറ്റവരെ തമ്മിൽ പിണങ്ങാനോ? നമ്മളോട് സ്നേഹമുണ്ടായിട്ട് മാത്രമാണ് അവരെന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായിരിക്കാം പ്രയോജനം ഉണ്ടാകുന്നത്, അവർക്കൊരു പ്രയോജനം പോലും ഇല്ലാത്ത കാര്യമായിരിക്കാം. ഇതൊക്കെ പറഞ്ഞത് തമ്മിൽ തെളിക്കുന്ന സ്വഭാവം അത്ര നല്ല സ്വഭാവമായിട്ട് ആരും കാണരുത്, കൊണ്ടു നടക്കുകയും ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞ ഈ കാരണത്താൽ നിങ്ങളോട് ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുകയുമില്ല, നിങ്ങളെ അവരോട് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുമില്ല. അഥവാ നിങ്ങൾ അവരുമായിട്ട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവരെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുക.